ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സുനിത. ഇതെൻ്റെ പുതിയ യൂട്യൂബ് ചാനലാണ്. എൻ്റെ ഒരു യൂട്യൂബ് ഫാമിലിയിലേക്ക് ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് കിട്ടുന്നതിനായിട്ട് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യണം. അതേപോലെ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുന്നതിനും കമൻറ്റ് ചെയ്യുന്നതിനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുന്നതിനും മടിക്കരുതേ. ഇന്നത്തെ വീഡിയോയിൽ ആദ്യമായിട്ട് നമുക്ക് എൻ്റെ വീടും പരിസരമൊക്കെ ഒന്ന് പരിചയപ്പെടാം. ഇതാണ് എൻ്റെ വീട്. വീടിൻ്റെ പണിയൊന്നും പൂർത്തിയായിട്ടില്ല. എന്നാലും കഴിഞ്ഞൊരു 8-9 വർഷമായിട്ട് ഞങ്ങൾ ഈ വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത്. അമ്മയും ഞാനുമാണ് ഈ വീട്ടിലുള്ളത്. ഇതാണ് നമ്മളുടെ കിണർ. നമുക്കിവിടെ കുറച്ച് സ്ഥലം മാത്രമേ ഉള്ളൂ. എങ്കിലും ഉള്ള സ്ഥലത്ത് നമ്മൾ കിട്ടുന്ന പരമാവധി ചെടികളൊക്കെ നമ്മൾ നട്ടിട്ടുണ്ട്. വളരെ കുറച്ച് കാലങ്ങളേ ആയിട്ടുള്ളൂ ഞാനിവിടെ ചെടിയൊക്കെ നട്ടു തുടങ്ങിയിട്ട്. അതിൻ്റെ ഒരു കാരണമെന്ന് വെച്ചാൽ ഈ വീടിൻ്റെ മുമ്പിൽ വലിയ 2 ആഞ്ഞിലി മരം നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ഈ ആഞ്ഞിലി മരത്തിൻ്റെ ചുവട്ടിൽ നമ്മൾ ചെടി കൊണ്ട് നടുമ്പോൾ അത് പെട്ടെന്നങ്ങ് നശിച്ചു പോവുക. അപ്പോൾ അതുകൊണ്ട് ആ മരം മുറിച്ചതിന് ശേഷമാണ് ഞാനിവിടെയൊക്കെ ചെടി നട്ടു തുടങ്ങിയത്. വീടിൻ്റെ മുമ്പിൽ ഒരു തോടൊഴുകുന്നുണ്ട്. അതേപോലെ ആ തോടിനോട് ചേർന്ന് ഒരു വയലും ഉണ്ട്. അപ്പം ഈ നല്ല ഒരു രസമാണ് നമുക്ക് രാവിലെയൊക്കെ ഇവിടെ വന്നിരിക്കും. അതേപോലെ ഉച്ചയ്ക്കായാലും നമ്മൾ ഈ സിറ്റ് ഔട്ടിൽ വന്നിരിക്കുമ്പോൾ നല്ല തണുപ്പൊക്കെ കിട്ടും. ഞാനിതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ നിൽക്കുന്ന ചെടികളിൽ കൂടുതലും എൻ്റെ അടുത്ത് ഇവിടെ ട്യൂഷൻ പഠിക്കാൻ ഒരു മോള് വരുന്നുണ്ട്. ആ മോളുടെ അമ്മച്ചി എനിക്ക് കൊണ്ടു തന്ന ചെടികളാണ് ഈ നിൽക്കുന്നത് കൂടുതലും. ഇതാണ് നമ്മളുടെ മുറ്റത്ത് നിന്നുള്ള തോടിൻ്റെയും വയലിൻ്റെയൊക്കെ ഒരു വ്യൂ എന്ന് പറയുന്നത്. നമ്മൾ തോട്ടിലേക്ക് ഇറങ്ങുന്നത് നമ്മളിതാ ഇതുവഴി ഇങ്ങനെ താഴോട്ട് ഇറങ്ങിപ്പോണം. മരത്തിൻ്റെ വേരൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഇറങ്ങുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. എന്നാലും നമ്മൾ സ്ഥിരമായിട്ട് ഇറങ്ങുന്നത് കൊണ്ട് നമുക്കത്ര വലിയ പ്രയാസമില്ലാതെ ഇറങ്ങാൻ പറ്റും. നമ്മൾ ഇതുവഴി വന്ന് ഇങ്ങനെ ഇതിലേക്കൂടി ഇങ്ങനെ താഴോട്ട് ഇറങ്ങിയാണ് തോട്ടിലേക്ക് പോകുന്നത്. അതിനു മുമ്പ് ഇത് കണ്ടോ, ഈ മരം കണ്ടോ? ഇതിൻ്റെ ഒരു ചെറിയ കമ്പ് കിളിച്ച് വന്ന വലിയ കൊമ്പിലേക്ക് ചേർന്നതാണെന്ന് തോന്നുന്നു. എന്തായാലും നല്ല രസമുണ്ട്. ഇത് പെരുമരമാണ്. പെരുമരം എന്നാണ് ഇവിടെ പറയുന്നത്. മറ്റുള്ളിടത്ത് എന്താണെന്ന് എനിക്കറിയില്ല. ഇത് നമ്മളുടെ തോടിപ്പോൾ ഇങ്ങനെ ചെളിയൊക്കെ വന്ന് അടിഞ്ഞ് കിടക്കുന്നുണ്ടെങ്കിലും വേനലിൻ്റെ തുടക്കത്തിൽ മാത്രമാണ് ഈ തോടിങ്ങനെ ഈ ഒരു അവസ്ഥയിൽ കാണുന്നത്. ഒരിക്കലും വറ്റിയിട്ടില്ല. ഒരിക്കലും വറ്റാത്തൊരു തോടാണിത്. അപ്പം വേനലിൻ്റെ തുടക്കത്തിൽ മാത്രമേ ഇത്രയും വെള്ളം കുറയാറുള്ളൂ. ഇനിയിപ്പം തൊട്ടടുത്ത് KIP കനാൽ ഒഴുകുന്നുണ്ട്. അപ്പോൾ ആ കനാലിൻ്റെ ഉറവയാണ് ഈ തോട്ടിൽ കൂടെ വരുന്നത്. അപ്പം തോടായിട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ കനാൽ അങ്ങോട്ട് തുറന്നു വിടുമ്പം ഈ തോട്ടിൽ ശരിക്ക് വെള്ളമാകും. അതേപോലെ മഴ പെയ്യുമ്പോഴും മഴക്കാലം ആകുമ്പോഴും ഇവിടെ നല്ല ശരിക്ക് വെള്ളമാകുന്ന സ്ഥലമാണ്. പിന്നെ ഈ തോടിൻ്റെ അരുവി സൈഡിൽ നിന്നൊക്കെ ശരിക്കും മഴക്കാലം ആകുമ്പോൾ നന്നായിട്ട് ഉറവയൊക്കെ വരുന്ന സ്ഥലം കൂടിയാണ്. പിന്നെ ഈ തോടിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തോട് പടിഞ്ഞാറ് നിന്ന് ഉത്ഭവിച്ച് കിഴക്കോട്ട് ഒഴുകുന്ന ഒരു തോടാണ്. നിങ്ങൾക്കിത് എത്രത്തോളം മനസ്സിലാകുമെന്ന് അറിയില്ല, വീഡിയോയിൽ എത്രത്തോളം മനസ്സിലാകുമെന്ന് അറിയില്ല. പക്ഷേ നമ്മുടെ ഈ തോട് പടിഞ്ഞാറ് നിന്ന് ആണ് ഉത്ഭവിക്കുന്നത്. അതായത് KIP കനാലിൻ്റെ ഉറവ പടിഞ്ഞാറ് നിന്നാണ്. കൊല്ലം, പത്തനംതിട്ട ജില്ലകളുടെ അതിർത്തിയിൽ നിന്നാണ് ഈ തോട് ഉത്ഭവിച്ച് വരുന്നത്. ഇതിനി ഒഴുകി അങ്ങ് നേരെ കിഴക്കോട്ട് കുറേ ദൂരം ഒഴുകിയിട്ട് തെക്കേ സൈഡിലോട്ട് ഒഴുകുന്ന വേറൊരു വലിയ തോടുണ്ട്. ആ തോട്ടിൽ പോയി ചെന്ന് ചേരും. എന്നിട്ട് അത് അവിടെ നിന്ന് ഒഴുകി കല്ലടയാറ്റിൽ പോയി ചേരുവാണ് ഈ തോട് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെയാണ് ഈ തോടിൻ്റെ ഒരവസ്ഥ. നമുക്കിവിടെ അലക്കുകല്ലൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മൾ മാത്രമല്ല, ഈ തോടിനോട് ചേർന്ന് വീടുള്ളവരെല്ലാം അങ്ങനെ ഇട്ടിട്ടുണ്ട്. കാരണം നമുക്കിവിടെ ഈ ഒരു സമയത്ത് മാത്രമേ ഉള്ളൂ വെള്ളക്കുറവ്. അപ്പോൾ ഇനിയിപ്പോൾ കനാലൊക്കെ തുറന്ന് വിടുമ്പോഴായാലും നല്ല വൃത്തിയാണ്. അപ്പം നമുക്കിവിടെ തുണിയൊക്കെ കഴുകാൻ പറ്റും. അതേപോലെ ഇവിടെ ഈ മരക്കൊമ്പൊക്കെ നിൽക്കുന്നത് കൊണ്ട് തന്നെ നമുക്കിവിടെ കുറേ പേര് ഇവിടെ സ്ഥിരമായിട്ട് ഇവിടെ താവളമാക്കിയ കുറേ പേരുണ്ട്. നമ്മളുടെ മൈന, വണ്ണാത്തിപ്പുള്ള്, അതേപോലെ കരിയിലപ്പിട, പച്ചക്കട്ടുറുമൻ, അങ്ങനെ ഒരുപാട് കിളികൾ ഇവിടെ വന്നങ്ങ് സ്ഥിര താവളമാണ് അവരിവിടെ. നമുക്കെപ്പോഴും ഇങ്ങനെ കലവില സൗണ്ട് കേട്ടുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇത് വീടിൻ്റെ മുമ്പിലുള്ള വയലാണ്. മുമ്പ് ഇവിടെ നെൽകൃഷി ഉണ്ടായിരുന്നു. എൻ്റെ കുഞ്ഞുനാളിലൊക്കെ ഇവിടെ നന്നായിട്ട് നെൽകൃഷിയുള്ള വയലായിരുന്നു. അപ്പം അതിനുശേഷം വാഴയും ചീനിയൊക്കെ നട്ടു. അപ്പോൾ അതിനുശേഷം ഇവിടെ പന്നി ശല്യം ഭയങ്കരമായിട്ട് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ഫോറസ്റ്റ് ഏരിയ അല്ലെങ്കിൽ പോലും ഇവിടെ കാട്ടുപന്നിയുടെ ശല്യം ഭയങ്കരമായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കർഷകരൊക്കെ ഇപ്പം ചീനിയും വാഴയൊക്കെ നടുന്നത് നിർത്തിയിട്ട് ഇവിടെ
കൂടുതലായിട്ടും തെങ്ങൊക്കെ കൃഷി ചെയ്യുകയാണ്. ഇപ്പം നമ്മളുടെ ഈ കിളികളൊക്കെ ഇവിടെ ഇങ്ങനെ വന്ന് ഈ കാപ്പിക്കൊമ്പിലൊക്കെ വന്നിരുന്നാണ് ഇവരെപ്പോഴും കുളിക്കുന്നത്. ഇതാണ് തോട്ടിൽ നിന്നുള്ള നമ്മളുടെ വീടിൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ ഈ കാപ്പിക്കൊമ്പിലൊക്കെ വന്നിരുന്ന് കുളിക്കുകയും അതേപോലെ ഉച്ച സമയത്തൊക്കെ നമുക്ക് ഇങ്ങോട്ട് ഇറങ്ങാൻ പോലും പറ്റില്ല. ഇവരെപ്പോഴും ഇങ്ങനെ ബഹളം വെക്കും. ഇവിടെ കുളിക്കാനൊക്കെയുള്ള ഭയങ്കര തിരക്കായിരിക്കും. ഇതാണ് നമ്മളുടെ വയൽ, നിറയെ തെങ്ങൊക്കെ ഉണ്ട്. നമ്മളിവിടുന്ന് തോട് ഇതിന് സമാന്തരമായിട്ട് അപ്പുറത്തൂടെ പോകുന്നുണ്ട്. നമ്മൾ കുറച്ചുകൂടെ അങ്ങോട്ട് ചെല്ലുമ്പം അവിടെ ഇങ്ങനെ മുളയൊക്കെ നട്ടിട്ടുണ്ട്. ആ വഴിയെ കുറച്ചുകൂടെ അങ്ങ് മുന്നോട്ട് ചെല്ലുമ്പോൾ അവിടെ ഒരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നല്ല രസമാണ്, നല്ല തണലൊക്കെ ഉണ്ട്. പക്ഷേ ഈ പന്നിശല്യം ഉണ്ട്. അത് ഒരു പ്രശ്നമാണ്. നമ്മളെ സംബന്ധിച്ച് നമുക്കതൊരു പ്രശ്നമാണെന്ന് പറയും. പക്ഷേ അതിൽ വലിയ വന്യമൃഗങ്ങളുടെയൊക്കെ ഭീഷണിയുള്ള ആൾക്കാരും ഉണ്ട്. ഇപ്പം ഇവിടുന്ന് നേരെ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഒരു വെള്ളച്ചാട്ടമുണ്ട്. അപ്പം ഇപ്പോൾ ആ വെള്ളച്ചാട്ടം ഉണങ്ങിക്കിടക്കുവാണ്. അതായത് വയലിൽ നിന്ന് പാറയുടെ മണ്ടയ്ക്കൂടി ഇങ്ങനെ വെള്ളം ഒഴുകി വന്ന് തോട്ടിൽ വന്ന് ചേരുന്നത്. ഇവിടെ കൂടുതലും പാറയാണ്, പാറമടയൊക്കെയുള്ള സ്ഥലമാണ്. അപ്പം നമ്മളുടെ വയൽ ഇവിടെ ഇപ്പം കൂടുതലും കാടൊക്കെ പിടിച്ച് കിടക്കുക. നേരത്തെയൊക്കെ ഇവിടെ കൃഷിയൊക്കെ ഉണ്ടായിരുന്ന സ്ഥലമാണ്. അപ്പം ഇതാണ് നമ്മളുടെ വയലിൻ്റെയൊക്കെ ഒരു വ്യൂ. ഞാൻ വേറൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഈ വയൽ കാണിക്കാം. നല്ല രസമാണ്. നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ നല്ല ഭംഗിയാണ്. നമുക്ക് വൈകിട്ടൊക്കെ പോകാൻ പറ്റത്തുള്ളൂ അങ്ങോട്ട്. ഭയങ്കര ചൂടല്ലേ. അപ്പം അതുകൊണ്ട് വൈകിട്ട് ഒക്കെ പോയേ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഇതാണ് നമ്മളുടെ തോടും വയലും ഉള്ളൊരു വ്യൂ ഇതാണ്. പിന്നെ ഈ തോടിൻ്റെ സൈഡിലൊക്കെ ഒരുപാട് കാട്ടുവെള്ളമൊക്കെ കയറി കിടക്കുകയാണ്. അത് ഇനിയിപ്പം ഇതൊക്കെ അങ്ങ് മാറും. ഇതൊക്കെ വെട്ടിത്തെളിക്കും. കാടൊക്കെ അങ്ങ് വെട്ടിക്കളയുമ്പോഴത്തേക്ക് നന്നായിട്ട് നീരൊഴുക്കൊക്കെ വരും മഴയൊക്കെ ആകുമ്പോഴത്തേക്ക്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് റബ്ബർ തോട്ടമൊക്കെയാണ്. ഈ വയലൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ ഞാൻ നിങ്ങളെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. ഇവിടുന്ന് കുറച്ചങ്ങോട്ട് പോകുമ്പോൾ ഒരു കുളമൊക്കെ ഉണ്ട്. നല്ല രസമാണ്. നല്ല ശാന്തമായൊരു പ്രദേശമാണ്. നഗരത്തിൻ്റെ തിരക്കൊക്കെ ഒഴിഞ്ഞിട്ട് വളരെ ശാന്തമായിട്ടുള്ളൊരു പ്രദേശമാണ് എൻ്റെ നാട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരേക്കും ടാറ്റാ.